ഞാനിന്നിവിടെ ചെമ്മീൻ മുളകിട്ട കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മാങ്ങ കഷ്ണം മുറിച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, പച്ചമുളക്, സവാള അരിഞ്ഞിട്ടത്, ഒരു കുടംപുളി. ഞാൻ ചട്ടി ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് 1/4 ടീസ്പൂണോളം ഉലുവ, 1/4 ടീസ്പൂൺ കടുക് എന്നിവ ഇട്ട് കൊടുക്കുക. കടുകും ഉലുവയും പൊട്ടിയ ശേഷം നമുക്കതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സവാള അരിഞ്ഞിട്ടത്, പച്ചമുളക്, കറിവേപ്പില, കുടംപുളി, നമ്മുടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ട് അത് വഴറ്റി കൊടുക്കാം. നല്ലതുപോലെ വഴന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് പെരുംജീരകം പൊടിച്ചത് ഒരു 1/2 ടീസ്പൂണോളം അതും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റുക. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് മുറിച്ച് വെച്ച മാങ്ങ ഇട്ട് കൊടുക്കാം. കഴുകി ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി തിളച്ച് വേവാൻ വേണ്ടി കാത്തിരിക്കുക. നല്ലതുപോലെ വെന്തതിന് ശേഷം അതിലേക്ക് പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ മുളകിട്ടത് റെഡി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ.